ഏഴാം ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് അവർ ചേഞ്ചിങ് എർത്ത്. NCERT മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോണ മേജർ ലാൻഡ് ഫോംസ് ആണ്. ലാൻഡ് ഫോംസ് പറയുമ്പോൾ ദ ലാൻഡ്സ്കേപ്പ് ഈസ് ബീങ് കണ്ടിന്യൂസ്ലി worn away by two processes, withering and erosion. Withering is the breaking up of the rocks on the earth's surface. Erosion is the wearing away of the landscape by different agents like water, wind and ice. അപ്പോൾ വിതറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വെതറിംഗ് അപക്ഷയം എന്ന് പറയും. ദിസ് ഇസ് ദ ബ്രേക്കിംഗ് അപ്പ് ഓഫ് റോക്സ് ഓൺ ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിലുള്ള ശിലകളൊക്കെ പൊടിക്കുന്ന അല്ലെങ്കിൽ അതിനെ പൊടിച്ച് ഇതാക്കുന്ന ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ അപക്ഷയം, ശിലകൾക്കുണ്ടാകുന്ന അപക്ഷയം എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഒരു പ്രോസസ് ആണ് ഇറോഷൻ. ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലാൻഡ്സ്കേപ്പ് ഈസ് worn away by agents like water, wind and ice. ഏജൻസ് എന്ന് പറഞ്ഞാൽ ഈ എന്താണ് സംഭവങ്ങളാണ് ഏതൊക്കെയാണ്? ജലം, കാറ്റ്, ഐസ് ഒക്കെ വഴി ആ ഭൂമുഖത്തിനുണ്ടാകുന്ന ആ ഒരു തേയ്മാനം അല്ലെങ്കിൽ അതിന്റെ മാറ്റം, അതിനൊക്കെയാണ് നമ്മൾ ഇറോഷൻ എന്ന് പറയുന്നത്. ഇതുങ്ങളുടെ അതായത് കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ട് ആ ഭൂരൂപങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇറോഷൻ അതിനെയാണ്. അപ്പൊ പിന്നെ നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ട് ആൻഡ് ഡിപ്പോസിഷൻ ആണ്. അതെന്താണ്? ഇറോഡഡ് മെറ്റീരിയൽ. അപ്പൊ ഇങ്ങനെ കാർന്നെടുക്കുന്ന അല്ലെങ്കിൽ ഈ എന്താണ് ഇറോഡ് ചെയ്തെന്നത് നദികൾ കാർന്നെടുക്കുന്ന ശിലകളും പദാർത്ഥങ്ങളൊക്കെ ക്യാരിഡ് അവേ ഇവിടെ കൊണ്ടുവരും, വേറൊരു സ്ഥലത്തിടും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിപ്പോസിഷൻ, നിക്ഷേപണം എന്ന് പറയുന്നു. അപ്പം ദീസ് പ്രോസസ് ക്രിയേറ്റ് ഡിഫറെന്റ് അങ്ങനെ ഉണ്ടാവുന്നതൊക്കെ വിതറിങ് അല്ലെങ്കിൽ വിതറിങ്, ഇറോഷൻ, ഡിപ്പോസിഷൻ, അതിന്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടാവുന്നു? പുതിയ പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു. ദീസ് പ്രോസസ് ക്രിയേറ്റ് ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ഓൺ എർത്ത് സർഫേസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ എന്താണ് ഈ ഒരു പ്രോസസ്സുകൾ സഹായിക്കുന്നത്? വെതറിംഗ്, ഇറോഷൻ, ഡിപ്പോസിഷൻ, അതാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വർക്ക് ഓഫ് എ റിവർ ആണ്. ഒരു നദിയുടെ പ്രവർത്തനം എങ്ങനെയാണ് നദി ഒരു ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നദി ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളിൽ ഒന്നാണ് വാട്ടർഫോൾ എന്ന് പറയുന്നത്. ദ റണ്ണിംഗ് വാട്ടർ ഇൻ ദ റിവർ ഇറോഡ്സ് ദ ലാൻഡ്സ്കേപ്പ്. വെൻ ദ റിവർ ട്രംബിൾസ് അറ്റ് സ്റ്റീപ്പ് ആംഗിൾ ഓവർ വെരി ഹാർഡ് റോക്സ് ഓർ ഡൗൺ എ സ്റ്റീപ്പ് വാലീസ് ആൻഡ് ഇറ്റ് ഫോംസ് വാട്ടർഫോൾസ്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു വെച്ചാൽ നദികൾ ഇങ്ങനെ എന്താണ് ശിലകൾ എന്താണ് നല്ല പാറക്കെട്ടുകളിലൂടെയൊക്കെ ഒഴുകുമ്പോഴത്തേക്കും ഈ നദികൾ എന്ത് ചെയ്യുന്നു? പാറക്കെട്ടുകളും അല്ലെങ്കിൽ ശിലകളൊക്കെ എന്ത് ചെയ്യുന്നു? അത് നദി സ്പീഡിൽ, വളരെ സ്പീഡിലായിരിക്കും നദി ഒഴുകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇറോഷൻ അവിടെ നടക്കുന്നു. നദികൾ കാർന്നെടുക്കുന്നു ഇതുങ്ങളെ, ഏതാണ് ഈ ശിലകളെല്ലാം. അത് കുറെ കാലങ്ങളായിട്ട് നടക്കുന്ന പ്രക്രിയ വഴിയായിരിക്കും. അപ്പൊ അങ്ങനെ നദി കുത്തനെയുള്ള കോണിൽ വളരെ കടുപ്പമുള്ള പാറകൾക്ക് മുകളിലൂടെയോ കുത്തനെയുള്ള താഴ്വരയിലൂടെയോ താഴേക്ക് പതിക്കുമ്പോൾ അതെങ്ങനെ ഒരു വെള്ളച്ചാട്ടമായി മാറുന്നു എന്നാണ് പിക്ചറിൽ കൊടുത്തിരിക്കുന്ന പോലെ പറഞ്ഞിരിക്കുന്നത്. കുത്തനെയുള്ള കോണിൽ വളരെ കടുപ്പം ഹാർഡായിട്ടുള്ള പാറകൾക്ക് മുകളിലൂടെ ആയിരിക്കും നദി ഒഴുകുന്നത്. അപ്പൊ ഈ നദി ഒഴുകുന്നതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ പാറകളുടെയും അതിന്റെ കുറച്ച് പാർട്സ് ആയിട്ട് വഹിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവിടെ തേയ്മാനം സംഭവിക്കുകയും അത് താഴേക്ക് നദി ഇങ്ങനെ പതിക്കുമ്പോൾ അത് പിന്നീട് കുറെ കാലാന്തരത്തിൽ വർഷങ്ങൾ കഴിഞ്ഞതൊരു വെള്ളച്ചാട്ടമായി മാറുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആസ് ദ റിവർ enters the plain it twists and turns forming large bends known as meander. Due to continuous erosion and deposition along the sides of the meander, the ends of the meander loop come closer and closer. അതായത് പിന്നെ സമതലങ്ങളിലേക്ക് നദി കടക്കും. അപ്പൊ കുത്തനെയുള്ള ചെരുവുകളിൽ നിന്നുള്ള ഒഴുക്ക് കഴിഞ്ഞ് പിന്നെ നദി സമതലങ്ങളിലേക്ക് കടക്കുന്നു. അപ്പൊ റിവേഴ്സ് വളഞ്ഞു പുളഞ്ഞൊക്കെയാണ് ഒഴുകുന്നത്. അപ്പൊ ലാർജ് ബെൻഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവയാണ് നമ്മൾ മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. നദി പുളഞ്ഞു ഒഴുകുമ്പോഴത്തേക്കും ചില ഭാഗങ്ങളിൽ ഈ നദി ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപം തന്നെയാണ് മിയാണ്ടറുകൾ. അപ്പം ഇങ്ങനെ നദി പുളഞ്ഞു ഒഴുകുന്നതിനെ തന്നെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് മിയാണ്ടറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നദി തന്നെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരുന്നത് വെച്ചാൽ കുത്തനെയുള്ള ചരിവിൽ നിന്ന് നദി വരുമ്പോഴത്തേനെ ഡെപ്പോസിഷൻ ആയിട്ടുള്ള സാധനങ്ങളുമായിട്ടാണ് പാറകളും മണൽക്കല്ലുകളും മണലും ചരലും ഒക്കെ ആയിട്ടായിരിക്കും നദി വരുന്നത്. അപ്പൊ സമതലത്തിലേക്ക് കടക്കുമ്പോൾ നദിയുടെ സ്പീഡ് കുറയുന്നു. അപ്പൊ നദി ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം സൈഡിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പൊ പുളഞ്ഞൊഴുകുമ്പോൾ നദിയുടെ മാർഗത്തിൽ തന്നെ അല്ലെങ്കിൽ വഴിയിൽ തന്നെ ആയിരിക്കും ഇത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നദിക്ക് നേരെ ഒഴുകാൻ വഴിയില്ലാണ്ടാവും. നദി പിന്നീട് വളഞ്ഞ് അങ്ങനെ പോകുമ്പോഴത്തേക്കും നദിയുടെ തന്നെ കുറച്ച് ഭാഗങ്ങൾ വിട്ട് മാറി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്ത് ഉണ്ടാവും. അതൊരു ചന്ദ്രക്കലയുടെ ഷേപ്പിലോ ആ ഒരു ഓക്സ്ബോയുടെ ഷേപ്പിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഓക്സ്ബോ ലേക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ സെപ്പറേറ്റ് ആയിട്ട് മാറി അതവിടെ നിൽക്കും. അപ്പൊ അതിനെ നമ്മൾ പറയുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ ലേക്ക്. പിന്നെ നദി രണ്ട് ഭൂരൂപങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തത് വെള്ളച്ചാട്ടം, രണ്ടാമത്തെ ഓക്സ്ബോ ലേക്ക്. ഇനി മൂന്നാം മിയാണ്ടറും നദിയുടെ ഫലമാണ്. നദിയുടെ വളഞ്ഞു പുളഞ്ഞു ഒഴുകലും മൂലം ഉണ്ടാവുന്നതാണ്. പിന്നെ ഉള്ളത് ഫ്ലഡ് പ്ലെയിൻ അല്ലെങ്കിൽ പ്രളയ സമതലങ്ങളാണ്. റിവർ ഫ്ലഡ്സ് ക്യാൻ ഡിപ്പോസിറ്റ് ലേയേഴ്സ് ഓഫ് ഫൈൻ സോയിൽ ആൻഡ് സെഡിമെന്റ്സ് അലോങ് ഇറ്റ്സ് ബാങ്ക്. നദിയുടെ തീരപ്രദേശം അല്ലെങ്കിൽ ബാങ്ക്, നദിയുടെ തീരങ്ങളിൽ അല്ലെങ്കിൽ വശങ്ങളിലൊക്കെ എന്ത് ചെയ്യും? നദി കൊണ്ടുവരുന്ന വളരെ ഫലഭൂഷ്ടമായിട്ടുള്ള സോയിലും അല്ലെങ്കിൽ ജൈവ സമ്പുഷ്ടമായ സംഭവങ്ങളൊക്കെ നദി സൈഡിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുന്നു. ക്രിയേറ്റിംഗ് എ ഫ്ലാറ്റ് ഫെർട്ടൈൽ ഫ്ലഡ് പ്ലെയിൻ. അതിന്റെ ഭാഗമായിട്ട് വളരെ പരന്നത് അല്ലെങ്കിൽ സമതലത്തിൽ എന്തുണ്ടാക്കുന്നു? വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള പ്രളയ സമതലങ്ങൾ ഉണ്ടാക്കും. റേസ്ഡ് ബാങ്ക്സ് അലോങ് ദ റിവർ ആർ കോൾഡ് ലെവീസ്. എന്താണ് ഈ ലെവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിക്ക് ചുറ്റും രണ്ട് കരകളുടെ അപ്പുറം ഇപ്പുറം ഒരു മതില് പോലെ ഇങ്ങനെ രൂപപ്പെടുന്നതിനാണ്. അപ്പൊ അത് ഫ്ലഡ് പ്ലെയിൻസിനെ തടയിച്ചു കഴിഞ്ഞാൽ വളരെ പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഈ വാൾസിൽ അവിടെ ഒരു പ്രൊട്ടക്ഷൻ പോലെ നിൽക്കും. രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ടാവുന്നതിനാണ് ആസിഡ് ഫ്ലഡ് ഡെപ്പോസിറ്റ് ലേയേഴ്സ്. ഇങ്ങനെ പ്രളയത്തിൽ കരകവിഞ്ഞ് ഒഴുകുമ്പോൾ പലതരത്തിലുള്ള സോയിലും മെറ്റീരിയൽസ് ഒക്കെ അതിന്റെ തീരങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ കരകളിൽ നിക്ഷേപിക്കും, ബാങ്ക്സുകളിൽ നിക്ഷേപിക്കും. സ്പ്ലിറ്റ്സ് ദ ഫോർമേഷൻ. അങ്ങനെയാണ് ഒരു പ്രളയ സമതലങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സംഭവത്തിനെ നമ്മൾ ലെവീസ് എന്നാണ് വിളിക്കുന്നത്. രണ്ട് ഭാഗത്തും സെഡിമെന്റ്സ് ഒക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോഴത്തേക്കും അതൊരു ഉയർന്നൊരു പ്രൊട്ടക്ഷൻ പോലെ. അപ്പൊ ഈ നദിക്ക് ആ ഒരു കോഴ്സിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ നമ്മൾ ലെവീസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ആസ് ദ റിവർ നിയേഴ്സ് ദ സീ. നദി ഒഴുകി കടലിന്റെ അരികിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇറ്റ് സ്പീഡ്, അതിന്റെ വളരെ സ്പീഡ് എന്നാണ്, അതിന്റെ വേഗത വളരെയധികം കുറയുന്നു. ആൻഡ് ഇറ്റ് മേ സ്പ്ലിറ്റ് ഇൻ ടു മൾട്ടിപ്പിൾ ചാനൽസ്. ആ സമയത്ത് ഇത് പല ഭാഗത്തേക്കുള്ള ഇതിന്റെ പല സ്ഥലത്തേക്ക് ഒഴുകും. അതിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് പറയുന്നത്. ദിസ് ഡെൽറ്റ ഏരിയ ഈസ് യൂഷ്വലി വെരി ഫെർട്ടൈൽ ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് റിച്ച് സെഡിമെന്റ്സ്. നദിയുടെ സ്പീഡ് കുറയുമ്പോഴത്തേക്കും
സമയത്തായിരിക്കും പിന്നെ നിക്ഷേപണ പ്രക്രിയകളായിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. റോഷണൽ ആക്ടിവിറ്റീസ് വളരെ സ്പീഡുള്ള സമയത്താണ് റോഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പൊ സീ അല്ലെങ്കിൽ കടലിലെത്തുമ്പോഴത്തേക്കും, അതായത് നദി കടലിൽ പതിക്കുന്ന സമയത്താകുമ്പോൾ നദി പല പല ചാനലുകളായിട്ട്, ഒരു ചാനൽ വേറെ പല 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 രീതിയിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോകും. അപ്പൊ ആ ഭാഗം എന്ന് പറഞ്ഞാൽ അതിനാണ് ഡെൽറ്റ ക്രിയേഷൻ, അവിടെയാണ് ഡെൽറ്റ ഉണ്ടാവുന്നത്. ദിസ് ഡെൽറ്റ ഏരിയ ഈസ് യൂഷ്വലി വെരി ഫെർട്ടൈൽ ഡ്യൂ ടു ദ ഡിപ്പോസിഷൻ ഓഫ് റിച്ച് സെഡിമെന്റ്സ്. അപ്പൊ ഫലഭൂഷ്ടമുള്ള സംഭവങ്ങളൊക്കെ കല്ലും മണ്ണും ചരലും എല്ലാം കൊണ്ട് നിക്ഷേപിച്ചത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പം നദി ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളിൽ പ്രധാനമായിട്ട് നമുക്ക് വാട്ടർഫോൾ ഉണ്ടാകുന്ന നദി വളരെ സ്പീഡിൽ ഒഴുകുന്ന സമയത്താണ്. അപ്പൊ ഇറോഷന്റെ ഫലമായിട്ടാണ് വാട്ടർഫോൾ ഉണ്ടാകുന്നത്. മിയാണ്ടറുകൾ എന്ന് പറഞ്ഞാൽ നദി വളഞ്ഞു പുളഞ്ഞൊഴുകുമ്പോൾ അതിന്റെ ഫലമായിട്ട് മിയാണ്ടർ ഓക്സ്ബോ ലേക്സ് ഉണ്ടാകുന്നു. മിയാണ്ടറിനെ കട്ട് ചെയ്തിട്ടാണ് ഓക്സ്ബോ ലേക്സ് ഉണ്ടാകുന്നത്. പിന്നെ ഫ്ലഡ് പ്ലെയിൻ അഥവാ പ്രളയ സമതലങ്ങൾ ഉണ്ടാകുന്നു. പിന്നെ റിവർ മൗത്ത്. പിന്നെ പ്രളയ സമതലങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ റേസ്ഡ് ബാങ്ക്സ്, ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ബാങ്കുകളെ അല്ലെങ്കിൽ നദിയുടെ രണ്ട് വശങ്ങളിലും ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോലെ വാൾസ് ആയിട്ട് നിൽക്കുന്നതിനാണ് ലെവീസ് എന്ന് പറയുന്നത്. പിന്നെ റിവർ മൗത്തിൽ, അതായത് നദി കടലിൽ പതിക്കുന്ന സമയങ്ങളിൽ നദി പല പല ബ്രൈഡഡ് ചാനൽസ് ആയിട്ട് ഒഴുകുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ പല ചാനലായിട്ട് മാറുമ്പോഴത്തേക്കും അതിന് നമ്മൾ ഡെൽറ്റ, അതായത് നദി തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ ഉണ്ടാക്കുന്നത്, അതായത് കടലിലേക്ക് പതിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടാക്കുന്നതാണ് ഈ ഡെൽറ്റകൾ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റകൾ എന്ന് പറഞ്ഞാൽ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, അവിടെ നദി നിക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒഴുകി കൊണ്ടുവരുന്ന ഫലഭൂയിഷ്ടമായ സംഭവങ്ങളെല്ലാം ഈ പല പല ചാനലുകളിലായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. നെക്സ്റ്റ്, there are thousands of small waterfalls in the world. The highest waterfall, ഇനി ഈ നദി ഉണ്ടാക്കുന്ന ഒരു ഭൂരൂപമാണ് വെള്ളച്ചാട്ടം. അതിനിപ്പോ ഏറ്റവും വലിയ ഹൈയസ്റ്റ്, ഏറ്റവും ഉയരത്തിലുള്ള വാട്ടർഫോൾ എന്ന് പറയുന്നത് ഏതാണ്? ഏഞ്ചൽ ആണ്. ഏഞ്ചൽ വെള്ളച്ചാട്ടം അതെവിടെയാണ്? വെനസ്വേലയിലാണ്. വെനസ്വേല. ദി ഹൈയസ്റ്റ് വാട്ടർഫോൾ ഗ്ലോബലി ഈസ് ഏഞ്ചൽ ഫോൾസ്, ലൊക്കേറ്റഡ് ഇൻ വെനസ്വേല, സൗത്ത് അമേരിക്ക. വെനസ്വേല വടക്കേ അമേരിക്കയിലെ ഒരു രാജ്യമാണ്. അപ്പൊ അവിടെ കാണപ്പെടുന്ന ഏറ്റവും ഉയരത്തിലുള്ള, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള വാട്ടർഫോൾ ആണ് ഏഞ്ചൽ. പിന്നെ മറ്റു പ്രധാനപ്പെട്ട വാട്ടർഫോൾ പറയുകയാണെങ്കിൽ നയാഗ്ര ഉണ്ട്. ദിസ് ഫേമസ് ഫോൾസ് ആർ സിറ്റുവേറ്റഡ് ഓൺ ദ ബോർഡർ, അത് കാനഡയിലും യുഎസ്എയുടെ അതിർത്തി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ് നയാഗ്ര ഫോൾസ്. പിന്നെ വിക്ടോറിയ ഫോൾസ് ഉണ്ട്. അനദർ റിനോഡ് വാട്ടർഫോൾ ഈസ് വിക്ടോറിയ, ഫൗണ്ട് ഓൺ ദ ബോർഡേഴ്സ് ഓഫ് സാംബിയ ആൻഡ് സിംബാബ്വെ. സാംബിയക്കും സിംബാബ്വെക്കും ഉള്ള ബോർഡറിന്റെ ഇടയിൽ കാണപ്പെടുന്നതാണ് വിക്ടോറിയ എന്ന് പറയുന്നത്. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട വാട്ടർഫോൾസിനെ പറ്റിയാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഏഞ്ചൽ, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാട്ടർഫോൾസ് ആണ്, വെനസ്വേലയിൽ കാണപ്പെടുന്നത്. പിന്നെ ഉള്ളത് നയാഗ്രയാണ്, അത് കാനഡയ്ക്ക് അമേരിക്കയുടെ അതിർത്തി പ്രദേശങ്ങൾ, അവരുടെ ബോർഡറിൽ കാണപ്പെടുന്നതാണ് നയാഗ്ര. അടുത്തത് ഒരു ബോർഡറിൽ കാണപ്പെടുന്ന തന്നെയാണ്, സാംബിയക്കും സിംബാബ്വെക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് വിക്ടോറിയ ഫോൾസ് എന്ന് പറയുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട വാട്ടർഫോൾസ്. ഇനി നദി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്നത് സീ വേവ്സ് അല്ലെങ്കിൽ തിരമാലകൾ എങ്ങനെയാണ് ഭൂരൂപങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. The erosion and deposition of the sea waves gives rise to coastal landforms. അതായത് കോസ്റ്റൽ എന്ന് പറയുമ്പോൾ തീരപ്രദേശം അല്ലെങ്കിൽ തീരത്തുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് തിരമാലകൾ. അവയുടെ ഇറോഷനും ഡിപ്പോസിഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് അറ്റ് ദ റോക്സ്. തീരപ്രദേശങ്ങൾ അല്ലെങ്കിൽ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുറച്ച് ശിലകളും പാറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ സീ വേവ്സ് കണ്ടിന്യൂസ്ലി സ്ട്രൈക്ക് അറ്റ് ദ റോക്സ്. ക്രാക്സ് ഡെവലപ്പ്. ഓവർ ടൈം they become larger and wider. Thus hollow like caves are formed on the rocks. They are called sea caves. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സീ വേവ്സ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഈ തിരമാലകൾ വന്ന ശിലകളിലേക്ക് ശിലകളിൽ അടിക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെ വിള്ളലുകൾ ഉണ്ടാകും. അപ്പൊ ആ സമയം കാലാന്തരത്തിൽ എന്ത് പറയും, ഇങ്ങനെയുള്ള ക്രാക്സ് പിന്നെ വളരെ വലുതായിട്ട് എന്ത് ചെയ്യും, കടൽ ഗുഹകൾ അല്ലെങ്കിൽ സീ കേവ്സ് ആയിട്ട് മാറുന്നു. ആസ് ദീസ് ക്യാവിറ്റീസ് ഗ്രോ ദേ ബിക്കം സീ ആർച്ചസ്. അങ്ങനെ ഈ കടൽ ഗുഹകൾ പോലെ വന്ന് പിന്നെ അത് വലുതായി കഴിയുന്നത് ഈ ക്യാവിറ്റീസ് പിന്നെ എന്തായിട്ട് മാറും, സീ ആർച്ചസ് എന്നറിയപ്പെടുന്നു. സീ ആർച്ചസ് ആയിട്ട് മാറുന്നു. ഫർദർ ഇറോഷൻ ബ്രേക്സ് ദി ആർച്ചസ്, ലീവിംഗ് ബിഹൈൻഡ് വാൾ ലൈക്ക് ഫീച്ചേഴ്സ് കോൾഡ് സ്റ്റാക്സ്. അത് സ്തംഭങ്ങളായിട്ട് മാറുന്നു. അതായത് ഇങ്ങനെ ഈ ഹോൾ ഇങ്ങനെ വലുതായി പിന്നീട് അത് വിട്ട് സ്തംഭങ്ങളായിട്ട്, സ്റ്റാക്ക് എന്ന് പറയുന്നത് സ്തംഭങ്ങളായിട്ട് മാറുന്നു. സ്റ്റീപ്പ് റോക്കി കോസ്റ്റ് ലൈൻ റൈസിംഗ് അബൌവ് ദ സീ വാട്ടർ ആർ നോൺ ആസ് സീ ക്ലിഫ്സ്. സ്റ്റീപ്പ് റോക്കി കോസ്റ്റ് ലൈൻ റൈസിംഗ് അബൌവ്, പിന്നെ നമ്മൾ എന്താണ് സീ ക്ലിഫുകളൊക്കെ കണ്ടിട്ടുണ്ട്. അതും ഈ തിരമാലകളുടെ പ്രവർത്തന ഫലമായിട്ട്, തിരമാലകൾ വന്ന് അതിലടിച്ച് അതിൽ എന്താണ് റോഷണൽ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ഈ ക്ലിഫുകൾ എന്നൊക്കെ പറയുന്നത്. അത് പാറകളുടെ പകുതി ഭാഗങ്ങളും തിര അടിച്ചടിച്ച് അതിന്റെ പകുതി ഭാഗങ്ങളും നഷ്ടപ്പെട്ടു ബാക്കിയുള്ളത് ഇങ്ങനെ ക്ലിഫുകളായിട്ട് വളരെ ഉയരത്തിൽ സ്റ്റീപ്പായിട്ട് നിൽക്കുന്നവയാണ്. സീ വേവ്സ് ഓൾസോ ഡിപ്പോസിറ്റ് സെഡിമെന്റ്സ് അലോങ് ദി ഷോർസ് ടു ഫോം ബീച്ചസ്. അപ്പൊ അത് ഇപ്പൊ ഇനി പറയുന്ന ബീച്ചുകൾ എന്ന് പറയുന്ന നിക്ഷേപണ പ്രക്രിയയിലൂടെയാണ്. സീ വേവ്സ് ഓൾസോ ഡിപ്പോസിറ്റ്, കുറെ എന്താണ് അവസാദങ്ങളൊക്കെ നിക്ഷേപിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കുന്നു ബീച്ചുകൾ അല്ലെങ്കിൽ ബീച്ച് ഉണ്ടാക്കുന്നതും ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി. അപ്പം സീയുടെ റോഷണൽ ആക്ടിവിറ്റി വഴി ഉണ്ടാകുന്നവയാണ് എന്താണ് സ്തംഭങ്ങൾ, കടൽ ഗുഹകൾ, സീ ആർക്കുകൾ, ക്ലിഫുകളെല്ലാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് വർക്ക് ഓഫ് ഐസ്. ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലേഷ്യർ, അവയുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗ്ലേഷ്യർസ് ഓഫ്റ്റൻ കോൾഡ് റിവർ ഓഫ് ഐസ്. റിവേഴ്സ് ഓഫ് ഐസ് എന്നാണ് എന്താണ് ഹിമാനികളെ നമ്മൾ വിളിക്കുന്നത്. ഹിമാനികൾ അഥവാ ഗ്ലേസിയേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ഐസുകളുടെ നദി എന്നൊക്കെ നമ്മൾ പറയാം. റിവേഴ്സ് ഓഫ് ഐസ് എന്ന് പറയുന്നു. ഇറോഡ് ദ ലാൻഡ്സ്കേപ്പ് ബൈ മൂവിംഗ് സോയിൽ ആൻഡ് സ്റ്റോൺസ് ടു എക്സ്പോസ് സോളിഡ് റോക്ക്. They carve deep hollows in the landscape which can fill with water and become mountain lake. The material carried by glaciers including rocks and sand and silt is deposited forming features known as glacial moraines. Glacial moraines ഉണ്ടാക്കുന്നുണ്ട്. This natural process shape our planet's diverse landscape and landforms. അതായത് ഗ്ലേഷ്യേഴ്സിനെ പറ്റി പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ വളരെ പയ്യനെ മൂവ് ചെയ്യുന്ന ഒരു ഐസുകളുടെ നദി എന്ന് നമുക്ക് പറയാം. ഐസുകൾ ഇങ്ങനെ നദിയായിട്ട് പോവാണ്, നദി പോലെ പോകുന്നു, ഐസുകൾ ഇങ്ങനെ പതിയെ പോകുന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെ ഈ ഐസ് കട്ടകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ പയ്യനെയാണ് ഇവ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തേക്കും ഈ ഗ്രൗണ്ടിൽ ഇതുങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് സ്ക്രാച്ചുകളും ഹോളുകളും വലിയ താഴ്ചയുള്ള ഡീപ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ കാലാന്തരത്തിലാണ്, പെട്ടെന്നൊന്നും ഉണ്ടാവുന്നല്ല, വളരെ സമയമെടുത്തിട്ടാണ്. അപ്പൊ ഈ ഹിമാനികൾ
ഹിമാനികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ എന്താണ് ക്രാക്സും സ്ക്രാച്ചും അതിന്റെ ഫലമായിട്ട് ഹോളുകളൊക്കെ ഉണ്ടാവും. താഴ്വര പോലെ, താഴ്വര മീൻസ് ഡീപ്പ് ഹോൾസ് ആണ് ഉണ്ടാവും. അപ്പൊ ഈ ഹിമാനികൾ പിന്നീട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഹോളുകൾ അല്ലെങ്കിൽ ഈ ഹോളിൽ എന്താണ് ഈ വെള്ളം വന്ന് നിറയും. അങ്ങനെ അത് എന്തായിട്ട് മാറും, മൗണ്ടൻ ലേക്സ് ആയിട്ട് മാറും. മൗണ്ടൻ ലേക്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഇത് മെൽറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മെൽറ്റ് ചെയ്തുണ്ടാവുന്ന വെള്ളം ഈ ഹോളുകളിൽ നിറഞ്ഞ് അതൊരു മൗണ്ടൻ ലേക്സ് എന്ന് അറിയപ്പെടുന്നു. അത് കഴിഞ്ഞ് ദ സ്റ്റഫ് ദേ ക്യാരി, ഇതുങ്ങൾ പോണ വഴി അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് സഞ്ചരിക്കുന്ന വഴി എന്താണ് കുറച്ച് സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. ലൈക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും മണ്ണും ചെളിയും എല്ലാ കാര്യങ്ങളും അതിന്റെ കൂടെ ഉണ്ടാവും. അത് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവുന്നതിനെയാണ് നമ്മൾ ഗ്ലേഷ്യൽ മൊറൈനുകൾ എന്ന് പറയുന്നത്, മൊറൈൻസ് എന്ന് പറയുന്നത്. ഈ ഡെപ്പോസിഷണൽ പ്രക്രിയ വഴി ഉണ്ടാകുന്നവയാണ് മൊറൈനുകൾ. അപ്പം കാർവിംഗ് ഇറോഷണൽ ഇതുവഴി ഉണ്ടാകുന്നവയാണ് മൗണ്ടൻ ലേക്സ് എന്ന് നമുക്ക് പറയാവുന്നത്. അപ്പൊ ഗ്ലേഷ്യർ വഴി ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൗണ്ടൻ ലേക്സും പിന്നെ എന്താണ് മൊറൈൻസുകൾ. മൊറൈനുകൾ ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി വഴി ഉണ്ടാകുന്ന, കാരണം ഇവ സഞ്ചരിക്കുമ്പോൾ കൊണ്ടുവരുന്ന ഡേർട്ട് ലൈക്ക് റോക്കുകൾ അങ്ങനെയുള്ള കല്ല് മണ്ണ് കട്ടയൊക്കെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് ഉണ്ടാകുന്നവയാണ് മൊറൈൻസ് എന്ന് പറയുന്നത്. മൗണ്ടൻ ലേക്ക് എന്ന് പറഞ്ഞാൽ ഇതുങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഇവിടെ കാർവ് ചെയ്തെടുക്കും പാറകളും അല്ലെങ്കിൽ ആ സർഫസ്. അപ്പൊ അതുവഴി ഒരു ഗർത്തം ഉണ്ടാവുന്ന അല്ലെ, ഹോൾ അഥവാ ഗർത്തം ഉണ്ടാവുന്നു. ഈ ഗർത്തത്തിൽ എന്ത് വരുന്നു, ഐസ് ഉരുക്കി അല്ലെങ്കിൽ ഗ്ലേഷ്യർ ഹിമാനികൾ ഉരുക്കി ആ വെള്ളം അവിടെ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ മൗണ്ടൻ ലേക്സുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഇത് രണ്ടും ഹിമാനികളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നവയാണ്. നെക്സ്റ്റ് ഒരു ഭൂരൂപീകരണ സഹായിയാണ് കാറ്റ്. കാറ്റ് എങ്ങനെയാണ് ഭൂരൂപങ്ങൾ ഭൂമിയുടെ സർഫസിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. An active agent of erosion and deposition in the desert is wind. In desert, you can see rocks in the shape of a mushroom, commonly called mushroom rock. Winds erode the lower section of the rock more than the upper part. Therefore, such rocks have narrower base and wider top. When the wind blows, it lifts the transports and sand from the place to another. When it stops blowing, the sand falls and gets deposited in a low hill-like structures. These are called sand dunes. When the grains of sand are very fine and light, the wind can carry it over very long distance. When such sand is deposited in large areas, it is called loess. ലാർജ് ഡിപ്പോസിറ്റ്സ് ഓഫ് ലൂയിസ് ഈസ് ഫൗണ്ട് ഇൻ ചൈന. അപ്പൊ എന്താണ് പിന്നെ നമ്മൾ പറയുന്നത് എന്തിനെ പറ്റിയാണ്, നമ്മുടെ കാറ്റ് എന്തൊക്കെ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മരുഭൂമികളിൽ പ്രധാനപ്പെട്ട ഭൂരൂപീകരണത്തിന് സഹായിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കാറ്റുകളാണ്. അപ്പൊ അവ ഇറോഷൻ അല്ലെങ്കിൽ ഇറോഷനും ഡിപ്പോസിഷനും വഴിയാണ് ഇവ കൂടുതലായിട്ടും ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ആളാണ് മഷ്റൂം റോക്സ് കൂൺശിലകൾ എന്നൊക്കെ പറയും. വിൻഡ് ഇറോഷൻ ക്യാൻ ഷേപ്പ് റോക്സ് ഇൻടു എ യൂണിക് ഫോർമേഷൻ നോൺ ആസ് മഷ്റൂം റോക്സ്. ദ ലോവർ സെക്ഷൻ ഇറോഡ്സ് മോർ ഗിവിംഗ് ദം എ നാരോവർ ബേസ് ആൻഡ് എ വൈഡർ ടോപ്പ്. അപ്പൊ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശിലകൾ മരുഭൂമികളിൽ ഉണ്ടാകുന്ന ശിലകളുടെ കേസ് എടുക്കുമ്പോൾ ശിലകളുടെ ഏറ്റവും താഴെയുള്ള ഭാഗം അവിടെയാണ് കൂടുതലായിട്ട് എന്ത് വെച്ചുന്നത്, കാറ്റിന്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഈ അവിടുത്തെ ഭാഗങ്ങൾ കാർവ് ഔട്ട് എടുത്ത് പോകും. ഈ കാറ്റ് വഴി അവിടുത്തെ ഭാഗം മുഴുവനും കാറ്റ് കാർവ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴത്തേക്കും ആ ഭാഗത്തെ ശിലകളെ നഷ്ടപ്പെടുകയും മുകളിൽ അതുപോലെ നിൽക്കുകയും ചെയ്യും. ബോട്ടം പാർട്ട് ഗെറ്റ്സ് ബോൺ എവേ, താഴെയുള്ള പാർട്ടാണ് കൂടുതലായിട്ടും ഇറോഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് മുകളിൽ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ അതിന് എന്ത് കിട്ടും, ഒരു പൂൺ ഷേപ്പ് അല്ലെങ്കിൽ മഷ്റൂമിന്റെ ഷേപ്പ് കിട്ടും. വിൻ ക്യാൻ ഷേപ്പ് റോക്സ് ഇൻ ദ ഡെസേർട്ട് ടു ലുക്ക് ലൈക്ക് മഷ്റൂം. ദ ബോട്ടം പാർട്ട് ഗെറ്റ്സ് ബോൺ എവേ മോർ, സോ ഇറ്റ് ഈസ് ലൈക്ക് എ സ്കിന്നി സ്റ്റെം ആൻഡ് എ ബിഗ് ടോപ്പ്. അപ്പൊ അതുവഴി അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് പൂൺശിലകൾ രൂപം കൊള്ളുന്നു. മൂവിംഗ് സാൻഡ്. വിൻഡ് ക്യാൻ പിക്ക് അപ്പ് സാൻഡ് ആൻഡ് മൂവ് ഇറ്റ് അറൌണ്ട്. അതായത് കാറ്റുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മരുഭൂമിയിലെ മണൽത്തരികളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റും. എന്നിട്ട് അത് അവിടെ നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്തൊക്കെ കൊണ്ട് നിക്ഷേപിക്കും. When the wind stops, the sand falls down and makes low hilly things called sand dune. വളരെ അധികം ഉയർച്ചയൊന്നും ഇല്ലാത്ത ചെറിയൊരു ലോ ഹില്ലി തിങ്സ്, ഒരു മല പോലെയുള്ള സംഭവം തന്നെയാണ്, പക്ഷെ അതിന് ഉയരമൊക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ളതിന് നമ്മൾ ഡ്യൂണുകൾ എന്ന് പറയും. കാരണം കാറ്റ് ഒരു സ്ഥലത്ത് മണൽത്തരികളെ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ അതിനാണ് നമ്മൾ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. പിന്നെ ഫൈൻ ഡസ്റ്റ്. If the sand is very fine and light, the wind can carry it really far. In some places, it piles up and forms big areas of soft soil called loess. അതായത് ഫൈൻ ആയിട്ട്, അപ്പൊ സാൻഡ് ഈസ് വെരി ഫൈൻ ആൻഡ് ലൈറ്റ്, ദ വിൻഡ് ക്യാൻ ക്യാരി ഇറ്റ് റിയലി ഫാർ. വളരെ ദൂരത്തേക്ക് ഇതിനെ കൊണ്ടുപോയിടാൻ പറ്റും. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഈ മണലിന്റെ കൂനകൾ കാണാൻ പറ്റും. അപ്പൊ ഈ വളരെ നേർത്ത അല്ലെങ്കിൽ വളരെ ഫൈനായിട്ടും വളരെ മൃദുവായിട്ടുള്ളതുമായ മണൽ കൂനകൾ കാണുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ലോയ്സ് എന്ന് പറയുന്നത്. ഈ ലോയ്സ് കാണപ്പെടുന്നതിന് എക്സാമ്പിൾ ആണ് ചൈന. ചൈനയിലൊക്കെ ഇതിന്റെ ലാർജ് ഡെപ്പോസിറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം കാറ്റ് വഴി ഉണ്ടാകുന്ന ഭൂരൂപങ്ങളാണ്. അപ്പൊ ഇതൊക്കെയാണ് മഷ്റൂം റോക്സ് ഉണ്ടാവുന്നുണ്ട്, സാൻഡ് ഡ്യൂൺസ് ഉണ്ടാവുന്നുണ്ട്, പിന്നെ ലോയ്സ് ഉണ്ടാവാറുണ്ട്. ഈ 3 സംഭവങ്ങളാണ് കാറ്റിന്റെ അപരദന ഫലമായിട്ട് അല്ലെങ്കിൽ അപരദന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് ഉണ്ടാവുന്നത്. മഷ്റൂം റോക്സ്, സാൻഡ് ഡ്യൂൺസ്, ലോയ്സ്. പിന്നെ ലെവീസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നദികളുടെ ഫലമായിട്ട്, നദികളുടെ ഒരു വാളാണ്. നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ട് 2 കരകളുടെ അപ്പുറത്തും ഒരു പ്രൊട്ടക്ഷൻ പോലെ വരുന്ന അല്ലെങ്കിൽ ഡെപ്പോസിഷൻ വഴി ഉണ്ടാകുന്ന ഒരു വാൾസിനെയാണ് ലെവീസ് എന്ന് പറയുന്നത്. അതുപോലെ ലോയ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയ ഫലമായിട്ട് ഉണ്ടാകുന്നവയാണ് ലോയ്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ വിച്ച് ഈസ് നോട്ട് ആൻ ഇറോഷണൽ ഫീച്ചർ ഓഫ് സീ വേവ്? ക്ലിഫ്, ബീച്ച്, സീ കേവ്. ക്ലിഫ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ക്ലിഫ് ഇറോഷൻ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. കാർന്നെടുത്താണ് ക്ലിഫുകൾ വരുന്നത്. അതുപോലെ സീ കേവും തിരമാലകൾ അടിച്ചടിച്ചതിൽ അതിന്റെ ഭാഗങ്ങൾ അപരദനത്തിന്റെ ഫലമായിട്ടാണ് സീ കേവ് ഉണ്ടാവുന്നത്. ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, പല കല്ലും മണ്ണും ചരലൊക്കെ കൊണ്ടുവന്ന് കടലിൽ നിക്ഷേപിക്കുന്ന തിരമാലകൾ നിക്ഷേപിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ബീച്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഇറോഷണൽ ഫീച്ചർ അല്ലാത്തത് ബീച്ചാണ്. നെക്സ്റ്റ് വരുന്നത് ഡിപ്പോസിഷണൽ ഫീച്ചർ ഓഫ് എ ഗ്ലേഷ്യർ. ഗ്ലേഷ്യറിന്റെ നിക്ഷേപണ ഫലമായിട്ട് ഉണ്ടാകുന്നവയാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡ് പ്ലെയിൻ, ബീച്ച്, മൊറൈൻ ആണ് ആൻസർ. ഫ്ലഡ് പ്ലെയിൻ ഉണ്ടാക്കുന്ന നദികളാണ്, ബീച്ച് ഉണ്ടാക്കുന്നവരാണ് തിരമാലകളാണ്. അപ്പൊ ഗ്ലേഷ്യർ ഉണ്ടാക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊറൈൻ ആണ്.
വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ സഡൻ മൂവ്മെന്റ്സ് ഓഫ് ദി എർത്ത്. എർത്തിന്റെ പെട്ടെന്നുള്ള മൂവ്മെന്റിന് കാരണം ആരാന്ന് വെച്ചാൽ വോൾക്കാനോ ഉണ്ട്, ഫോൾഡിംഗ് ഉണ്ട്, ഫ്ലഡ് പ്ലെയിൻ ഉണ്ട്. നമ്മൾ പഠിച്ചാണ് വോൾക്കാനോ എർത്ത് പോയിട്ട് എന്താണ് സഡൻ മൂവ്മെന്റ്സിന് കാരണമാകുന്നത്. ആൻസർ വോൾക്കാനോ. മഷ്റൂം റോക്സ് ആർ ഫൗണ്ട്. നമുക്ക് കൂൺശിലകൾ എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? റിവർ വാലി അല്ല, ഗ്ലേഷ്യർ അല്ല, പിന്നെ എവിടെയാണ് ഡെസേർട്ട്, മരുഭൂമികളിലാണ് കാണപ്പെടുന്നത്. ഇനി ഓക്സ്ബോ ലേക്സ് ആർ ഫൗണ്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ഗ്ലേഷ്യറിലാണോ, ഡെസേർട്ടിലാണോ, റിവർ വാലിയിലാണോ? ഇത്രയും ആൻസർ റിവർ വാലിയിലാണ് എന്താണ് ഓക്സ്ബോ ലേക്സുകൾ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഗ്ലേഷ്യർ? ഗ്ലേഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ ഓഫ് ഐസ്. റിവർ ഓഫ് ഐസ് എന്നാണ് ഗ്ലേഷ്യർ അറിയപ്പെടുന്നത്. പിന്നെ മിയാണ്ടർ എന്താണ് മിയാണ്ടർ? റിവറിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ഭൂരൂപമാണ് മിയാണ്ടറുകൾ. പിന്നെ ബീച്ച് എങ്ങനെയാ വരുന്നത്? കടൽ എന്താണ് സീ ഷോർ എന്ന് കൊടുത്തിരിക്കുന്നത്. സീ ഷോർ കടലിന്റെ ആ ഒരു തീരങ്ങളിൽ ഉണ്ടാവുന്നവയാണ് ബീച്ച്. തീരങ്ങളിൽ കാണപ്പെടുന്ന ഒരു ഭൂരൂപമാണ് ബീച്ച്. പിന്നെ സാൻഡ് ഡ്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാൻഡ് ഡ്യൂൺ എവിടെയാണ് കാണപ്പെടുന്നത്? ഡെസേർട്ടിലാണ്. സാൻഡ് ഡ്യൂൺസ് ഡെസേർട്ടിൽ കാണപ്പെടുന്ന ഒരു ഭൂരൂപമാണ്. അതുപോലെ വാട്ടർഫോൾ എങ്ങനെയാണ്? വാട്ടർഫോൾസിനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന എന്തുമായിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് ബെഡ് റോക്ക് ആണ്. കാരണം ഈ ഹാർഡ് ആയിട്ടുള്ള റോക്കിൽ കൂടി ഒഴുകി അതിന് അപരദനമൊക്കെ സംഭവിച്ചിട്ടാണ് അല്ലെങ്കിൽ വാട്ടർഫോൾ ആയിട്ട് മാറുന്നത് നമ്മൾ നോക്കി. അപ്പൊ ഹാർഡ് ബെഡ് റോക്ക് ആണ് വാട്ടർഫോൾ. പിന്നെ എർത്ത് ക്വേക്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? സഡൻ മൂവ്മെന്റ് ആണ്. അപ്പൊ വൈബ്രേഷൻ ഓഫ് എർത്ത് ആണ് എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്.